തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ജനങ്ങൾ ഏതായാലും വിധി എഴുതിയിട്ടുണ്ട്. കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഒന്ന് ടൈറ്റായി പോയോ? അല്ല, അതാണ് എല്ലാ ഇലക്ഷനും പോലെയുള്ളൂ. പക്ഷേ ജനങ്ങൾ നല്ല റെസ്പോൺസാണ്. വളരെ നല്ല കഴിഞ്ഞ തവണത്തെക്കാലൊക്കെ നല്ല സ്നേഹത്തോടെയാണ് ജനങ്ങൾ വരവേറ്റത് എന്നതിൽ സന്തോഷമുണ്ട്. നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് ജയിക്കും എന്നുള്ള കാര്യത്തിൽ. നല്ല ഭൂരിപക്ഷവും കാണും. ഇപ്രാവശ്യം ഒരു പ്രധാനമായും കോൺഫിഡൻസ് തരുന്ന ഒരു ഘടകം എന്താണ്? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വിജയമുണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള MLA എന്നുള്ള ചില വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ജനങ്ങളുമായി ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുമായി വെച്ച് പുലർത്തിയിരിക്കുന്ന ഒരു സ്നേഹബന്ധമാണ്. ആ ഒരു അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത് അവരൊരു കുടുംബാംഗത്തെ പോലെ കൂടെ നിന്നു എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. അത് ആ സ്നേഹം അവർക്കുമുണ്ട്. ഈ കുടുംബപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ UDF വലിയ പ്രചാരണ ആയുധമാക്കിയിരുന്നു. അത് വിഷമിപ്പിച്ചോ? അത് എങ്ങനെയാണ് അതിജീവിക്കാൻ കഴിഞ്ഞതല്ലേ? അല്ല, UDFൻ്റെ വിഷയദാരിദ്ര്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ ചിരിയാണ് വന്നത്. കാരണം എനിക്കത് വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിട്ടേ ഇല്ല. ജനങ്ങളും എടുത്തിട്ടില്ല. അത് റിസൾട്ട് വരുമ്പോൾ കണ്ടോളൂ. അവിടുത്തെ ഒരു ജനങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകൾ, അമ്മമാർ, സഹോദരിമാർ, അവരാരും തന്നെ ഒരാളും ആ ഒരു വിഷയം മുഖവിലേക്ക് എടുത്തിട്ടില്ല. അത് UDFന് ദോഷം ചെയ്യുള്ളൂ. വ്യക്തിഹത്യ അല്ലാതെ മറ്റൊരു നല്ല കാര്യവും പറയാനില്ലാത്ത ഒരാൾ. പിന്നെ എതിർ സ്ഥാനാർത്ഥി അവൻ അങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന ഒരു വ്യക്തി. ആ നിലയിലാണ് ആൾ. പത്തനാപുരത്തെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമല്ല ഈ അവൻ എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നൊന്നും പത്തനാപുരത്തിൻ്റെ ഒരു സംസ്കാരമല്ല. അതൊക്കെ ഈ അറിയാത്തതുകൊണ്ട് ചെയ്ത ഒരു മുഖ്യമന്ത്രിയെ കോൺഗ്രസ് കൊണ്ടുവന്നു കേരളത്തിൽ. എന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് വളരെ സിനിമ ഡയലോഗൊക്കെ പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ രേവണ്ണ റെഡ്ഡി മലയാള സിനിമ കാണാറില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്ത് കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രി, അതായത് പ്രായത്തെ മാനിക്കണം. അദ്ദേഹത്തിന് മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രായത്തെ മാനിച്ചുകൊണ്ടിങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കാം. ഒരു മുഖ്യമന്ത്രി എവിടുന്നോ കൊണ്ടുവന്നൊരു മുഖ്യമന്ത്രിയെ വെച്ചിട്ട് ഭാഷ അറിയാത്തൊരു മുഖ്യമന്ത്രിയെ കൊണ്ട് വൃത്തിയോട് പറയിക്കുന്നതിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു അധപ്പതനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഒരു മാസം നീണ്ടുന്ന ഒരു പ്രചാരണമായിരുന്നു. ഒന്ന് ടയർഡായി കാണും. സ്വാഭാവികമായിട്ടും ചൂടും വെയിലും ഒക്കെയാണ്. ഇനി എങ്ങനെയാണ് ഒരു ഹെൽത്ത്? ഒന്നുമില്ല, ഇവിടെയൊക്കെ തന്നെ കാണും. ഞാൻ 2 ദിവസം കിടന്നു ഹൃദയത്തിലാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പ്രശ്നം. ഇവിടെ തന്നെ കാണും. നാളെ രാവിലെ ഇറങ്ങും. 1-2 മരണങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകും. പിന്നെ എപ്പോഴും നമ്മൾ കാണും. ഏതായാലും വോട്ടെടുപ്പ് കഴിയുമ്പോഴും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാർ ഉള്ളത്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.